അയ്യപ്പ സംഗമമായിരുന്നു യഥാർത്ഥ ചർച്ചാ വിഷയമായിരുന്നത്. പക്ഷെ പ്രതിപക്ഷ നേതാവും അവരെല്ലാം അന്ന് അതങ്ങ് കുളമാക്കി വലിയ ചർച്ചയാക്കുകയും ഈ ഇരട്ടത്താപ്പ് ഇടതുപക്ഷ സർക്കാർ ഇരട്ടത്താപ്പ് എക്സ്പോസ് ചെയ്യാനുള്ളൊരു സാധ്യതയും ഉണ്ടായിരുന്നിട്ട് പോലും അതൊന്നും കൃത്യമായി വിനിയോഗിക്കാൻ പറ്റാതെ പെട്ടുപോയ പ്രതിപക്ഷത്തെയാണ് കാണുന്നത്. അതിനുശേഷം ഇടതുപക്ഷ സർക്കാർ ഇവിടെ നടത്താൻ പോകുന്ന ഒന്നാണ് ന്യൂനപക്ഷ സംഗമം. പക്ഷേ ഇന്ന് അത് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ഒക്ടോബർ മുതൽ ഒക്ടോബർ അവസാനം വരെ നടത്താനിരിക്കുന്ന തുടർച്ചയായ സെമിനാറുകളുടെ ഭാഗമായി ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കാൻ പോകുന്ന ഒരു സെമിനാറിനെയാണ് ന്യൂനപക്ഷ സംഗമം എന്ന് വിളിച്ചു. അതല്ലാതെ അങ്ങനെയൊന്നും സർക്കാർ സംഘടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു ഉൾട്ടയടിക്കുന്ന പിണറായി വിജയനെയാണ് കാണുന്നത്. പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. സത്യത്തിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ്, 2025-ലാണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിന് അങ്ങനെയാണ് ഒരു മോഡേൺ വേൾഡ് മുന്നോട്ട് പോകുന്നത്. ആ മോഡേൺ വേൾഡിനെ ഒന്നും ഉൾക്കൊള്ളാതെ നമ്മൾ വീണ്ടും പഴയ കാലത്തിലേക്ക് തിരിച്ചു പോവുകയും ആളുകളെ ആളുകളെ ഇങ്ങനെ സെക്ടേറിയനിസം, ആളുകളെ പല തട്ടുകളായി തിരിച്ചുകൊണ്ടും ഒരു നവോത്ഥാന മൂല്യങ്ങളോ ഒരു സമത്വ സങ്കല്പങ്ങളോ ഒന്നുമില്ല. വിശ്വാസം ആൾക്ക് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി നമ്മളെല്ലാം ഒന്നാണെന്ന് പറയുന്നൊരു മൂല്യബോധം പോലും ഉയർത്താൻ ഈ സർക്കാരിന് സാധിക്കാത്തൊരു ഗതികെട്ട അവസ്ഥയുണ്ട്. ഭിന്നിപ്പിച്ച് ഭരിക്കൽ എന്നുള്ള ബ്രിട്ടീഷ് കൊളോണിയൽ തന്ത്രം തന്നെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ സംഗമം എന്ന് പറയുന്നത് ശുദ്ധ ആഭാസമായിരുന്നു. അത് വേറൊരു പേര് മാത്രം നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാറിന് എന്താണ് എന്തൊരു ന്യൂനപക്ഷ സംഗമം തന്നെയാണ് നടത്താനിരുന്നത്. പക്ഷേ ന്യൂനപക്ഷ സംഗമം എന്ന് പറഞ്ഞ് നടത്തി കഴിഞ്ഞാൽ അയ്യപ്പ സംഗമം കോടതി കയറിയ പോലെ ഇത് കോടതി കയറിയാൽ വിഷയമാകും. കാരണം ഒരു ജനാധിപത്യ സർക്കാരിന് ഇങ്ങനെ ന്യൂനപക്ഷങ്ങളെ മാത്രം തിരിച്ച് അപ്പോൾ അതൊരു വർഗീയമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ കോടതി തന്നെ അത്തരം സംഗമം നടത്തരുതെന്ന് പറയും. ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ ചിലപ്പം ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. അയ്യപ്പൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു അമ്പലമാണ്, അവിടുത്തെ ഡേറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നടത്തുന്നതൊക്കെ പറഞ്ഞ് അടിതാപ്പാം. എന്നിട്ട് തന്നെ കോടതി ഒരുപാട് നിബന്ധനകൾ അവിടെ വെച്ച് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഫണ്ട് പ്രത്യേകമായ ആനുകൂല്യം കൊടുക്കുന്നത് അയ്യപ്പന്മാർക്ക്, അവിടെ വരുന്നവർക്ക്, അതുപോലെ തന്നെ വനഭൂമി നശിപ്പിക്കരുത്, പ്രകൃതി സംരക്ഷണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിഷ്കർഷിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് അതിലിടപെട്ടുകൊണ്ട് കണക്ക് കൃത്യമായിട്ട് സർക്കാർ പബ്ലിഷ് ചെയ്യണം, അത് നൽകണം എന്നൊക്കെയുള്ള കണിശമായ നിർദ്ദേശങ്ങൾ വെച്ചിട്ടാണ് അയ്യപ്പ സംഗമത്തിന് നിന്ന് സംഭവിച്ചത്. പക്ഷേ അതുപോലല്ല ന്യൂനപക്ഷ സംഗമം. ന്യൂനപക്ഷ സംഗമം ചിലപ്പോൾ അത് ഉദ്ദേശിക്കാത്ത ദിശയിലേക്ക് പോവുകയും ചിലപ്പോൾ അത് കോടതി തന്നെ ബാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ വരെ ഇടപെടാൻ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അത് ചെയ്യുകയാണെങ്കിൽ ഇടപെടാനുള്ള സാധ്യതയുള്ള ഒരു വിഷയമാണെന്ന് ഗവൺമെൻറ് മനസ്സിലായതുകൊണ്ടായിരിക്കണം അതിനെ ന്യൂനപക്ഷ സംഗമം എന്നുള്ളത് മാറ്റി അത് 2031 വിഷൻ കേരള ആക്കി മാറ്റി അതിൽ 33 പിന്നെ പ്രമേയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് വിവിധ വകുപ്പുകളെ വെച്ചിട്ട്. ആ വകുപ്പുകളിലൊക്കെ വിവിധ വകുപ്പിൻ്റെ മന്ത്രി, സെക്രട്ടറി ഒക്കെ വന്ന്, ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെതാണ് കൃഷി മന്ത്രി, അല്ലെങ്കിൽ ഭക്ഷ്യവകുപ്പിൻ്റെത് ഭക്ഷ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പിന് വിദ്യാഭ്യാസ മന്ത്രി, സെക്രട്ടറിയൊക്കെ വന്ന് ചെയ്യുന്നത് പോലെ ന്യൂനപക്ഷ വകുപ്പിന് ഞങ്ങൾക്കൊരു മന്ത്രിയുണ്ട്, അദ്ദേഹം അബ്ദുൾ റഹ്മാനാണ്, അദ്ദേഹം ഈ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞതിനെ നിയമത്തിൻ്റെ മുമ്പിൽ ലൈറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ജനങ്ങളുടെ മുമ്പിൽ ലൈറ്റാവില്ല. കാരണം മുമ്പ് തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണലിസ്റ്റ് പാർട്ടികളായി മാറി എന്ന് പറഞ്ഞ് വലിയ ആക്ഷേപം നിൽക്കുകയാണ്. അപ്പോൾ ഇത് അതിനു പുറമെ ഇപ്പോൾ തനി വർഗീയതയും വിഭാഗീയതയും പിന്നെ അതിൽ തന്നെ ജാതി ഉപജാതികൾ വരുന്ന വിധത്തിലേക്കൊക്കെ പോകുന്നത് ഒരു വിധത്തിലും നമ്മുടെ കേരളത്തിന് നല്ലതല്ല. കേരളത്തിലെ ഇപ്പം തന്നെ കേരളത്തിൽ സ്പർദ്ധ വളരെ രൂക്ഷമാണ്. നമ്മൾ മിണ്ടാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ പേര് ചോദിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു അകൽച്ച, അല്ലെങ്കിൽ സ്ഥലം, നിങ്ങളെവിടുന്ന, തിരുവനന്തപുരത്ത് നിന്ന്, നിങ്ങളെവിടുന്ന, മലപ്പുറത്ത് നിന്ന് എന്ന്, അല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് എന്ന് പറയുമ്പോൾ തന്നെ ആൾ വേറെ വിധത്തിലാണ് കാണുന്നത്. അവിടെ പ്രതിനിധീകരിക്കുന്നത് ഏതോ ഒരു മതത്തിൻ്റെ ആളെന്നുള്ള രീതിയിലാണ് നമ്മുടെ സംസാരം, ആളുടെ മനസ്സിൻ്റെ പോക്ക് അല്ലെങ്കിൽ ഫേസിൻ്റെ പോക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വിധത്തിലേക്ക് വരെ നമ്മൾ മാറിപ്പോയിരിക്കുന്നു. അതിനിടയ്ക്കാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഇത്തരം വിഭാഗീയ സംഗമങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഖേദകരമാണ്. ഇത് നമ്മളെ ഒരിക്കലും ഒരിടത്തും കൊണ്ടെത്തിക്കില്ല. രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്, രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ദേശീയ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, പ്രാദേശിക താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തെറ്റുമില്ല. കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് നടത്തുന്ന സംഗമങ്ങൾ എത്ര വേണം നടത്താം. 140 മണ്ഡലത്തിൽ നടത്താം, ഇല്ലെങ്കിൽ 1200 പഞ്ചായത്തുകളിൽ നടത്താം.
അല്ലെങ്കിൽ 22,000 വാർഡുകളിൽ നടത്താം. ഇതൊന്നും ആരും പ്രതിഷേധിക്കില്ല, കാരണം എല്ലാവരും ഒന്നിച്ച് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ജനകീയ പ്രശ്നങ്ങളായിരിക്കണം പറയേണ്ടത്. നമ്മുടെ സർക്കാരിൻ്റെ 15,000-ൽ പരം ഫയലുകൾ കെട്ടിക്കിടപ്പുണ്ട്. അത് ഞങ്ങൾ ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളും കൂടെ സഹകരിക്കണം. ആവാം. സത്യത്തിൽ ഇത് കുറേ ഇപ്പോൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ജനങ്ങളുടെയും കൂടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്യാം. പുതിയ നിർദ്ദേശങ്ങൾ വയ്ക്കാം. ഞങ്ങൾ മാവേലി സ്റ്റോറുകൾ റേഷൻ കടകളിലേക്ക് കൊണ്ടുവരികയാണ്. അതിൽ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വയ്ക്കാം, അല്ലെങ്കിൽ ഇത് പറയാം. ഇത് ഞാനാണ് ഈ നിർദ്ദേശം സിവിൽ സപ്ലൈസിന് കൊടുത്തത് കേട്ടോ. സിവിൽ സപ്ലൈസ് മന്ത്രി കയറി അധികാരത്തിൽ വന്ന അന്ന് കൊടുത്തത് നിർദ്ദേശമാണ്. 4 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അതിനെ പൊടിതട്ടി എടുത്തിരിക്കുന്നത്. ആ സന്തോഷമേ ഉള്ളൂ, അത് അന്നെങ്കിലും നടപ്പിലാക്കട്ടെ. കാരണം ഇതുകൊണ്ട് ഒരുപാട് ലാഭമുണ്ട്. സിവിൽ സപ്ലൈസിൻ്റെ കുറേ സ്റ്റോറുകൾ ആവശ്യമില്ലാത്ത വാടക കൊടുക്കുന്നത്, കറണ്ട് കൊടുക്കുന്നത്, ഇതെല്ലാം ഒഴിവായി കിട്ടും. നേരെ ജനങ്ങൾക്ക് കൂടുതൽ ഗുണമെന്ന് വെച്ചാൽ ഈ സിറ്റിയിൽ വന്ന് കിടന്ന് ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. അതാത് റേഷൻ കടയിൽ നിന്ന് അവർക്ക് സാധനം കിട്ടും. നല്ല കാര്യമാണ്. പോലീസ് സ്റ്റേഷനുകൾ ജനങ്ങൾക്ക് സൗഹൃദമാക്കി മാറ്റുക. ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ പിന്നെ ഇടിമൈത്രി പോലീസ് സ്റ്റേഷനുകളാണ് അല്ലേ? അപ്പോൾ അത് മാറ്റിയെടുക്കേണ്ടത് ഒരു വിഷ്വൽ മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഒരു വിഷ്വൽ മാത്രമാണെങ്കിലും ഒരുപാട് പേരുടെ മുതുകുകൾ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ ഇടിച്ചു തന്നു, എൻ്റെ മോന്തയൊക്കെ ഇടിച്ചു തന്നു, എൻ്റെ കൂമ്പിന് ഇടിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് വളരെ സത്യമായൊരു നഗ്നമായൊരു സത്യമാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കേസുകൾ കൃത്യമായി നടപ്പിലാക്കുന്നില്ല. കേസുകൾ പിന്നെ പരാജയപ്പെടുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം അവിടുത്തെ SHOയ്ക്ക് കൂടെ പങ്കുവയ്ക്കേണ്ടതാണ്. ഒരു കേസ് എടുക്കുന്നു, ആ കേസ് പൊളിഞ്ഞുപോയി, കോടതി ചെല്ലുമ്പോൾ തോറ്റുപോകുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പകുതി ആ SHOയ്ക്കുണ്ട്. അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിൽ അതൊരു മെഷർമെൻ്റ് ആയിട്ട് വയ്ക്കാം. പണ്ടങ്ങനെ ചെയ്യുമായിരുന്നു. ഒരു SHO എത്ര കേസുകൾ ഒരു കോടതി ഫയൽ ചെയ്തു, അതിൽ എത്ര എണ്ണം വിജയിച്ചു, അത് അയാളുടെ മെറിറ്റിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ SIക്കും അല്ലെങ്കിൽ CIക്കും നിർബന്ധമായിട്ടും ഇത് വിജയിപ്പിക്കണമെന്നൊരു ധാരണ വരും. അവിടെ കള്ളം കളിക്കാൻ പറ്റില്ല. അവിടെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് വേറൊരു FIR എഴുതി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസ വകുപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. എന്തുകൊണ്ട് നമ്മൾ ആരോഗ്യ മേഖലയിൽ പിന്നെ സാധാരണക്കാരന് പിന്നെ ശക്തമായ ഒരു പിന്നെ ആരോഗ്യ സംരക്ഷണം നൽകുന്ന സംവിധാനം, വയറ്റിൽ കത്തി വീഴാതെ ഓപ്പറേഷൻ നടത്താൻ പറ്റുന്ന സംവിധാനം, പൊതുഗതാഗതമുണ്ട്, റോഡുകളുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ഡാമുകളുണ്ട്, നമ്മൾ ഡാമുകളിലേക്ക് മണൽ കയറി ഇങ്ങനെ കിടക്കുന്നതെന്ന് പറയുന്നു. പല നദികളിലെയും ജലസ്രോതസ്സുകൾ നഷ്ടപ്പെടുന്നു. പല കനാലുകളും നമ്മൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് നെൽവയലുകളിൽ വെറുതെ കിടക്കുന്നു, അത് കൃഷിഭൂമിയാക്കുന്നതിന് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടത് സംസാരിക്കാൻ ജനകീയ സദസ്സുകൾ, ജനകീയ സംരക്ഷണ സമിതികൾ അല്ലെങ്കിൽ പിന്നെ സമ്മേളനങ്ങൾ ഒക്കെ വിളിക്കാൻ സാധിക്കുമ്പോഴാണ് ഇത്തരം സമ്മേളനങ്ങൾ നടത്തുന്നത്. അതിന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇത് സർക്കാരിന് നല്ലപോലെ അറിയാം, CPMന് നല്ലപോലെ അറിയാം. 10 വർഷമായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതിനെ മറയ്ക്കണമെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ വേറൊരു സാധനം വെച്ചേ പറ്റൂ. അപ്പോൾ പ്രതിപക്ഷം ആണെങ്കിൽ ഇതൊന്നും ഉയർത്തി കാണിക്കാനായിട്ട് നിൽക്കുകയില്ല. ഇപ്പം നമ്മുടെ മറവി ജോർജ് വാഷിങ്ടൺ പറഞ്ഞൊരു വാചകമാണ് ഞാൻ ഓർക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതാക്കൾ, ബുദ്ധിയുള്ളവർ മുതലെടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒന്ന് ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫാണ് നമുക്കുള്ളത്, രണ്ടാമത്തേത് ജീവിത ക്ലേശങ്ങൾ, മൂന്നാമത്തേത് ചെറിയ മെമ്മറി. നമ്മൾ ഇപ്പോഴത്തെ കാര്യം ഓർത്തിരിക്കുക, 6 മാസത്തെ കാര്യം 1 വർഷത്തേക്ക് മാക്സിമം ഓർത്തിരിക്കുക. 5 വർഷം മുമ്പ് എന്ത് ചെയ്യുന്നൊക്കെ ആരെങ്കിലും ഒന്ന് പ്രസംഗിച്ചാലേ നമുക്ക് ഓർമ്മ വരും, അല്ലെങ്കിൽ ഒരു പ്രകടനം നടത്തുമ്പോഴേ ഓർമ്മ. ഇതാണ് ഇലക്ഷൻ സമയത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ജോലി. 1-ാം വർഷം പിണറായി സർക്കാർ എന്ത് ചെയ്തു, 2-ാം വർഷം പിണറായി സർക്കാർ നിങ്ങൾക്ക് ദ്രോഹം എന്താ ചെയ്തു, ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ച് ഇതിനെയും ആവർത്തിക്കണോ, അതിന് പകരം VD സതീശനായ എനിക്ക് വോട്ട് ചെയ്യൂ, അല്ലെങ്കിൽ ചന്ദ്രശേഖർ ആയ എനിക്ക് വോട്ട് ചെയ്യൂ, രാജീവ് ചന്ദ്രശേഖറായ എനിക്ക് വോട്ട് ചെയ്യൂ എന്നൊക്കെ പറയേണ്ട ജോലി പ്രതിപക്ഷത്തിൻ്റെതാണ്. അപ്പോൾ ഇതിന് ന്യായം പറയാൻ ഭരണപക്ഷം ബാധ്യസ്ഥരാകും. ആ ന്യായം ജനങ്ങൾക്ക് ബോധ്യപ്പെടില്ല എന്ന് വരും. അപ്പോൾ ജനങ്ങൾ വിചാരിക്കും ഈ ഗവൺമെൻറ് വേണ്ട, മറ്റേ ഗവൺമെൻറ് വരണമെന്ന്. അപ്പോൾ ഇതെല്ലാം മറയിടാനായിട്ടുള്ള ഒന്നാന്തരം ഒരു സാധനമാണ് ഈ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭൂരിപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നത്. അതിനകത്ത് തന്നെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ന്യൂനപക്ഷ ക്ഷേമം, രണ്ടാമത്തേത് ന്യൂനപക്ഷത്തിൻ്റെ വെല്ലുവിളികൾ, മൂന്നാമത്തേത് ന്യൂനപക്ഷം ഇതിനെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. ന്യൂനപക്ഷ ക്ഷേമം എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്കൊക്കെ വാരിക്കോരി തന്നിട്ടുണ്ടെന്ന് പറയാം. ന്യൂനപക്ഷങ്ങളുടെ വെല്ലുവിളി എന്ന് പറയുമ്പോൾ അവരെ ഭീതിയിലാഴ്ത്താം. കാർമേഘങ്ങൾ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്, ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ ഭരിക്കുന്നു, വർഗീയത അത് നിങ്ങൾ സൂക്ഷിച്ചോളൂ, ഇല്ലെങ്കിൽ ഭയങ്കരതാണ്, അതിന് എങ്ങനെ പരിഹരിക്കാം, ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, ഞങ്ങളാണ് ക്ഷേമം തന്നത്, ഞങ്ങളാണ് ഇനി നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന ഒരു പുതിയ സിദ്ധാന്തം.
അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇലക്ഷനിൽ ഒരു പുതിയ മുദ്രാവാക്യം വയ്ക്കാം, ഫ്രഷായിട്ട് ആളുകൾക്ക് വോട്ട് ചെയ്യാനായിട്ട് വീണ്ടും ഇതേ സർക്കാരിനെ തന്നെ അധികാരത്തിലേറ്റാനായിട്ടുള്ള ഒരു ഉന്മേഷം ഉണ്ടാക്കിക്കാം. പഴയത് പലതും, അതായത് ആൻറ്റി ഇൻകംബൻസി അടക്കമുള്ള കാര്യങ്ങൾ മറയ്ക്കാം. ഇപ്പോൾ പിന്നെ ബുദ്ധിയില്ലാത്ത പ്രതിപക്ഷം എന്ത് ചെയ്യും? ഇതിൽ കയറി പിടിക്കും. മറ്റേ വിഷയത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് മറന്നുകൊണ്ട് നിങ്ങൾ ന്യൂനപക്ഷ സംഗമം നടത്തരുത്, കാരണം ന്യൂനപക്ഷത്തിൻ്റെ ആൾ ഞങ്ങളാണ്, മുസ്ലിം ലീഗ് ഞങ്ങളുടെ കൂടെയാണ്, കേരള കോൺഗ്രസ് ഞങ്ങളുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷവും വരാം. അവരൊക്കെയാണ് ഇതിൻ്റെ കുത്തകകളെന്ന് ഡയറക്റ്റായിട്ട് പറയില്ല, ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് ന്യൂനപക്ഷ ക്ഷേമത്തിന് ഏറ്റവും കൂടുതൽ ചെയ്തതെന്ന് പറയാം. BJPക്ക് പറയാം ഭൂരിപക്ഷ ക്ഷേമത്തിന് ഞങ്ങളാണ് കൂടുതൽ ചെയ്യുന്നതെന്ന് പറയാം. അങ്ങനെ ഒന്നാം തരം ഒരു പിന്നെ രാഷ്ട്രീയ ഭ്രാന്താലയമാക്കി കേരളത്തിനെ മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫലത്തിൽ നടക്കാൻ പോകുന്നതെന്നാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു സാർ, അതായത് ഒന്ന്, ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന 5 പൈസക്ക് കൊള്ളാത്ത ഒന്നായി മാറിയിരിക്കുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നതോടുകൂടി അണഞ്ഞു പോവുകയും പിന്നീട് ഇങ്ങനെ നാട്ടിലൊരു പ്രതിപക്ഷം ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം കണ്ടത്. ഡയറക്റ്റായിട്ട് പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കും, ഇത്രയധികം പ്രശ്നങ്ങളുള്ളിടത്ത് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ബഹിഷ്കരിക്കുമെന്ന് പറയാനുള്ളൊരു ആർജവം പോലും ഇവർക്കില്ല എന്നുള്ളതാണ്. ബഹിഷ്കരിക്കാൻ ഞങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും അപ്പോൾ വിശ്വാസികളായ ആളുകൾ ഞങ്ങൾ നകലുമോ എന്നൊരു ഭീതിയാണ് ഇവർക്കുള്ളത്. അപ്പോൾ കൊന്നവനെ കഴിഞ്ഞും വലിയ ക്രൂരനാവുക എന്നൊരു രീതിയിലേക്കാണ് പ്രതിപക്ഷം അവിടെ പോകുന്നത്. സർക്കാർ ഇതിനൊക്കെ ഉത്തരം പറയട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാൾ പ്രതിപക്ഷ നേതാവായിരുന്ന ആളെന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ്. 19 വർഷത്തിലാണ് പീരീഡ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ആരാണോ ഭരിക്കുന്നത് അയാൾക്ക് വിട്ടുവീഴ്ച കൊടുക്കില്ല, കണ്ടാൽ ചിരിക്കുക പോലും ഇല്ല. അപ്പം നമ്മൾ പറയുക അത് ശരിയാണോ? പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് വിളിച്ചാൽ മുഖ്യമന്ത്രി വിളിച്ചാൽ പോകണ്ടേ, അടുത്തിരുന്ന് ഓണസദ്യ ഉണ്ണണ്ടേ, പായസം നക്കി കുടിച്ചുകൊണ്ട് പരസ്പരം നോക്കി ചിരിക്കണ്ടേ എന്ന് പറയും. ചിരിച്ചാൽ പോയി എന്നുള്ളതാണ്. അതിന് വലിയ അർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ ഓണസദ്യക്ക് ഞാൻ വരുന്നില്ല എന്ന് പറയാൻ ആർജവമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ വേണം. അല്ലാതെ അവിടെ പോയിരുന്ന് പായസം കുടിച്ചേച്ച് ചിരിച്ച് ആ ഫോട്ടോ പത്രത്തിൽ വരുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് ഇവരെല്ലാം കറക്ക് കമ്പനികളാണ്, ഒറ്റ ചങ്ങാതിമാരാണെന്നല്ലേ വിചാരിക്കാം. അപ്പോൾ ഇത് പ്രതിപക്ഷത്തിന് പറ്റുന്ന അടികളിലൊന്നാണ്. രണ്ടാമത്തേത്, ആവശ്യമുള്ള സമയങ്ങളിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സർക്കാരിനെ തിരുത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അവർ തിരുത്താൻ കഴിഞ്ഞോ? അത് ഒരു വിഷയം ഏതെങ്കിലും എടുത്തുകൊണ്ട് ഒരു വിഷയം വിജയിപ്പിച്ചതവർക്ക് പറയാനുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷമാകുന്നത്? പ്രതിപക്ഷം എന്ന് പറയുന്നത് ഷാഡോ ഗവൺമെൻറ്റാണ്. ഷാഡോ മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ടാണ് നമ്മൾ പ്രതിപക്ഷ മുഖ്യമന്ത്രിക്കുള്ള അതേപോലത്തെ ഒരു കാറും അതേപോലത്തെ പേഴ്സണൽ സ്റ്റാഫിനെയും അതേപോലത്തെ ഔദ്യോഗിക വസതിയും കൊടുത്ത് ഫോണും മറ്റു ആനുകൂല്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം അതിന് പ്രത്യേക പ്രൊട്ടക്ഷനുണ്ട്. പ്രതിപക്ഷ നേതാവിന് പ്രത്യേക സംരക്ഷണമുണ്ട്. പ്രതിപക്ഷ നേതാവ് ഒരു ജാഥ നയിച്ച് പോകുമ്പോൾ അതിന് പ്രത്യേക വിലയുണ്ട്. അതിന് എത്ര ജാഥ നയിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ കുറേ സ്ത്രീകളെ പറഞ്ഞയക്കും, അല്ലെങ്കിൽ കുറേ യൂത്ത് കോൺഗ്രസ്സുകാരെ പറഞ്ഞയക്കും, അവരുടെ പിണറായിയുടെ പോലീസ് അടിച്ച് റൊട്ടിയാക്കും. ഇതല്ലേ നമ്മൾ കണ്ടുള്ളത്. എന്നിട്ട് ആ പാവങ്ങൾ കരഞ്ഞുകൊണ്ട് പോകും. എന്തുകൊണ്ട് ഇവിടെ 18 MP-മാരുണ്ട്, എന്തുകൊണ്ട് 18 MP-മാരെ നിർത്തിക്കൊണ്ടൊരു സമരം 14 ജില്ലകളിൽ നടത്താൻ ഇവർ കഴിഞ്ഞില്ല? 18 MP-മാരെ ഇവിടുന്ന് അയച്ചു കൊടുത്തില്ലേ? 18 MP-മാരുടെ നേതൃത്വത്തിൽ ഈ സർക്കാരിനെതിരെ സമരം നടത്തണമെന്ന് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? പ്രതിപക്ഷ നേതാവടക്കം സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഒരു സമരം നടത്താം, അവിടെ അനിശ്ചിതമായിട്ട് കാലത്തേക്ക് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ആ തെറ്റുകൾ തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടൊരു സമരം നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇതെല്ലാം ഇവർ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ജനങ്ങളുടെ തലയിൽ വന്ന് ജനങ്ങൾ ഇതെല്ലാം സഹിച്ച് വെറുത്ത് പിണറായി സർക്കാർ ഇനി വരാനേ പാടില്ല എന്ന് തോന്നിപ്പോയി വോട്ട് ചെയ്തോണം ഇവർക്ക് വേണ്ടിയിട്ട്. അതാണ് ഇവർക്ക് പറ്റാൻ പോകുന്ന അബദ്ധം. അപ്പോൾ പിണറായി പുതിയ തന്ത്രം ഇറക്കും. ഇതെല്ലാം മറക്കാനുള്ള പുതിയ സാധനം അദ്ദേഹം പഠിച്ച രാഷ്ട്രീയക്കാരനാണ്. അടവ് നയങ്ങളുടെ ഒരു രാജാവാണ് അദ്ദേഹം ഇത്തരം തന്ത്രങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കും. ഇതിൽ വീണുകൊണ്ടിരുന്നാൽ 3-ാം ഊഴവും അദ്ദേഹത്തിന് ലഭിക്കും. 2-ാം ഊഴം ലഭിച്ചത് വെറുതെ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് തന്നെയാണ് 2-ാം ഊഴം വന്നത്. 3-ാം ഊഴത്തിനും ഇത്രയും അനാരോഗ്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നിലനിൽക്കുമ്പോഴും അദ്ദേഹം അരോഗ ദൃഢഗാത്രനെ പോലെ നിന്ന് പ്രവർത്തിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ അടുത്ത വിവരങ്ങൾ അറിയുന്ന നമുക്ക് പത്രമാധ്യമത്തിലുള്ള ആളുകൾ എന്ന രീതിയിൽ നമുക്കറിയാം, തീരെ വയ്യ അദ്ദേഹത്തിന് ഇനിയൊരു
ഭരണം നടത്താനുള്ള തീർച്ചയായിട്ടും. ആരോഗ്യവും ആവതിയും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. നടക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം. പക്ഷേ പക്ഷേ പൊതുജനത്തിന് അത് തോന്നുന്നില്ല. തോന്നുന്നില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ചിന്ത എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ അങ്ങനെയാണ്, അദ്ദേഹം പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന അടികൾ അങ്ങനെയാണ്. ഇപ്പൊ തന്നെ രാഹുൽ ഇപ്പോഴും അതായത് സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ പൊതുജനങ്ങളോട് സംവദിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ ജില്ലകളിലും നടക്കുക. എല്ലാ ജില്ലകളിലും അദ്ദേഹം പോകില്ലേ. ഇപ്പോഴും ഈ പിന്നെ യൂറോപ്പിൽ അമേരിക്കയിൽ പോയി വന്നിട്ട് പോലും അദ്ദേഹം പങ്കെടുക്കാത്ത ചടങ്ങുകൾ ഏതാ ഉള്ളത്? ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നു. പക്ഷേ പിന്നീട് എല്ലാ പരിപാടികളിലും അദ്ദേഹം സജീവമായിട്ട് പങ്കെടുക്കില്ലേ. ഇനി ഇലക്ഷൻ നിങ്ങൾ നോക്കൂ, ഓരോ ജില്ലയിലും അദ്ദേഹം പോകും. ഓരോ തോൽക്കുമെന്ന് സംശയമുള്ള എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം പോയി പ്രസംഗിക്കും. അങ്ങനെയാണ് അദ്ദേഹം അണികൾക്ക് ആവേശം കൊടുക്കുന്നത്. അതുപോലെ നിൽക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് അതിന് കെൽപ്പുള്ള ആളല്ലേ? അദ്ദേഹത്തിനേക്കാൾ എത്രയോ വർഷം ചെറുപ്പമാണ്, എത്രയോ ആരോഗ്യമുള്ള ആളാണ്, എത്രയോ സുമുഖനും സുന്ദരനും അരോഗദ്രഗാത്രനുമാണ്. അദ്ദേഹത്തിന് ഈ 80 വയസ്സായ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും ചിലപ്പം ഇദ്ദേഹത്തിന് തന്നെ പ്രതീക്ഷ. കാരണം വേറെ ആർക്ക് കൊടുക്കുന്നതിന് എന്ന് ചോദിച്ചാൽ പിന്നെ എന്ത് പറയാം? നായകനോടുള്ള ഒരു ആരാധന പോലെ തന്നെ തീർച്ചയായിട്ടും എന്നെ ഭരിക്കുന്ന ഒരു നേതാവിന് ആർജവം വേണമെന്ന് എനിക്ക് തോന്നില്ലേ? തോന്നും. അത് അപകടമാണ് എന്നുള്ളതാണ്. പക്ഷേ അതും ജോർജ് വാഷിങ്ടൺ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് നിങ്ങൾ ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ആശ്രയിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ നേതാവിനെ മാത്രം ആശ്രയിക്കുന്നെങ്കിൽ അവിടെ ഏകാധിപത്യത്തിനുള്ള പ്രവണത വളരെ കൂടുമെന്നുള്ളതാണ്. ഇതൊക്കെ വളരെ സത്യമായ, ലോകത്ത് ഒരുപാട് കാഴ്ചകൾ കണ്ട ആൾക്കാർ പറയുന്ന വാചകങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഒരു ചേഞ്ചിന് സമയമായിട്ടുണ്ട്. പക്ഷേ സമയമായി എന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മുടെ പ്രതിപക്ഷത്തിന് തോന്നുന്നില്ല. കാരണം ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കളിയാണ്, ഒരു ദ്വന്ദ്വയുദ്ധമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ദ്വന്ദ്വയുദ്ധമാണ്. ആ യുദ്ധത്തിൽ അവരും ഭരണകക്ഷിയോടൊപ്പം അവരും പ്രതിപക്ഷവും മുന്നോട്ടിറങ്ങണം. അവർ 140 മണ്ഡലങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടത് മറക്കാനായിട്ട് ഭരണപക്ഷം ശ്രമിക്കുമ്പോൾ ഓർമ്മിപ്പിക്കാനായിട്ട് പ്രതിപക്ഷവും മുന്നോട്ട് വരണ്ടേ? അതിവിടെ ഉണ്ടാകുന്നില്ല. അതുണ്ടാകാത്തടത്തോളം കാലം 3-ാം ഊഴമോ 4-ാം ഊഴമോ ഒക്കെ വേണേലും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് ഈസി ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ് അവസ്ഥ. ഇത് മാറ്റിമറിക്കാൻ പ്രതിപക്ഷത്തിന് എന്ന് കഴിയുമോ അന്ന് മാത്രമേ ഇതിന് ഒരു അറുതി വരികയുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലത്തെ സംഗമങ്ങൾ വീണ്ടും ഉണ്ടാകും. ഈ സംഗമങ്ങളൊക്കെ തന്നെ നമുക്ക് ഗുണത്തിനല്ല. കേരളത്തിൽ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്? ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഴുവൻ ഓരോ മതവിഭാഗത്തിൻ്റെ പിന്തുണ ഇനി ആർജിക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക. ചത്തുപോയ NDPയും SRPയും ഒക്കെ ഇനി ജീവൻ വെച്ച് വരും. കാരണം അത്തരത്തിലുള്ള സംഘടനകൾക്ക് ഗുണകരമായ വിധത്തിലാണ് വരുന്നത്. ഇനി അതില്ലാത്ത ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾ വരും. 65ഓളം ജാതി ഉപജാതികൾ മുന്നോക്ക വിഭാഗത്തിൽ തന്നെയുണ്ട്. SCയിൽ ഏതാണ്ട് 40ഓളം ഉണ്ട്. STയിൽ ഏതാണ്ട് 35ഉണ്ട് ഉപവിഭാഗങ്ങൾ. ഇവർക്കൊക്കെ ജാതിയും ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഇനി വന്നിരിക്കും. കാരണം ആ വിധത്തിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയം പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വാമി വിവേകാനന്ദൻ ഇപ്പോൾ വന്നാൽ കേരളം ഒരു രാഷ്ട്രീയ ഭ്രാന്താലയം എന്ന് പറയും. 1890 അദ്ദേഹം വന്നപ്പോൾ കണ്ടത് ഇവിടെ ജാതികളുടെ ഭ്രാന്താലയമായിരുന്നു. തൊട്ടുകൂടായ്മ, തിണ്ടിക്കൂടായ്മ, തൊട്ടാ കുളിക്കണം, ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുക എല്ലാവരെയും. ഈ വക അനീതികളും അസമത്വങ്ങളും നിലനിന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് കേരളം ഭ്രാന്താലയമാണെന്ന്. ഇന്ന് സ്വാമി വിവേകാനന്ദൻ ഒരു റീബർത്ത് എടുത്ത് ഇവിടെ വന്നാൽ കേരളത്തിൽ തെക്ക് വടക്കൊന്ന് നടന്നിട്ട് അദ്ദേഹം പറയുക ഇത് രാഷ്ട്രീയ ഭ്രാന്താലയമെന്നായിരിക്കും. അങ്ങനെ രാഷ്ട്രീയ ഭ്രാന്താലയമായി കേരളം മാറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.